ആ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല എങ്കിൽ ക്ലയന്റിനെ നല്ല ഇടിയും കിട്ടും, അവസാനം ഒരു വർക്കും കിട്ടാതെ പോകും. പച്ചയ്ക്ക് പറഞ്ഞാൽ എന്നെ കൊണ്ട് താങ്ങില്ലാത്ത വർക്കാണെങ്കിൽ ഞാനത് എടുക്കാറില്ല, അത്രേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് പെയ്ഡ് ആർട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് ഒരു മാസം ചിലപ്പോൾ നമുക്കൊരു 100ഓളം എൻക്വയറീസ് വരാം. ആ എല്ലാ എൻക്വയറീസും വരുമ്പോൾ അതെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പോകരുത്. നിങ്ങൾക്ക് വരുന്ന വർക്കുകളെല്ലാം കളയണം എന്നല്ല ഉദ്ദേശിച്ചത്. പക്ഷേ ഈ വരുന്ന 100ഓളം എൻക്വയറീസിനകത്ത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ എക്സ്റ്റെന്റിൽ നമുക്ക് പ്രാക്ടീസ് ഇല്ലാത്ത എന്തെങ്കിലും കുറച്ച് വർക്കുകൾ കാണുമായിരിക്കും. സാധാരണ ഒത്തിരി അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്ന വർക്കുകൾക്ക് നമുക്ക് കൂടുതൽ പേയ്മെന്റ് അവരുടെ അടുത്ത് ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ബിഗിനർ ആണെങ്കിൽ ഇത്രയും വലിയൊരു ഫണ്ട് നമുക്ക് കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ ആ വർക്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അത് നാശത്തിലേക്കുള്ള പോക്കാണ്. ക്ലയൻസ് തരുന്ന ഫോട്ടോസിന്റെ റെഫറൻസിൽ ഡീറ്റെയിലിംഗ് കുറവായിരിക്കും, ക്ലാരിറ്റി കുറവായിരിക്കും, അതിനനുസരിച്ച് നല്ല ലൈറ്റിംഗ് ഉണ്ടാവത്തില്ല. സ്വാഭാവികമായിട്ടും ഇത്രയും ഫണ്ട് കിട്ടുമോ എന്ന് ആലോചിച്ചിട്ട് നമ്മൾ ആ വർക്ക് ചാടി കയറി വേറെ ഒന്നും ആലോചിക്കാതെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ വേണ്ട പ്രാക്ടീസ് ഇല്ല എങ്കിൽ ഈ വക കാര്യങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെ കൊണ്ട് വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതിന്റെ അകത്ത് വേണ്ട ഒരു പരിപാടി പ്രോപ്പർ ആയിട്ട് നമ്മൾ ക്ലയന്റിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇപ്പൊ ഈ ഫോട്ടോസ് മാത്രമേ ഇവരുടെ ഉണ്ടാവുള്ളൂ, ഇനിയിപ്പോ ഇത് കിട്ടിയില്ല എങ്കിൽ വേറെ ഇവരുടെ കാണത്തില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരിക്കലും ആ വർക്ക് അങ്ങനെ അങ്ങ് ഏറ്റെടുക്കരുത്. കാരണം ഏത് വർക്കും ആവട്ടെ 100% നമ്മുടെ ഔട്ട് കൊടുക്കാമെങ്കിൽ മാത്രമാണ് നമ്മൾ ക്യാഷ് മേടിച്ച ഒരാളുടെ അടുത്ത് ഒരു വർക്ക് ചെയ്യാവുള്ളൂ. അപ്പൊ ക്ലയന്റിന്റെ അടുത്ത് തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവർ അതിനനുസരിച്ചുള്ള ഫോട്ടോസ് ചിലപ്പോൾ അയച്ചു തരും. ഈവൻ അവരുടെ ആ ഫോട്ടോസ് മാത്രം ഉള്ളതെങ്കിൽ ചിലപ്പോൾ വർക്ക് സ്കിപ്പായി പോകും. എന്നാലും നിങ്ങളുടെ ക്രെഡിബിലിറ്റി അവിടെ സേഫ് ആണ്. അപ്പൊ അവരുടെ ഫേവറേറ്റ് ഫോട്ടോസ് ഒക്കെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ഫോട്ടോസ് തന്നെ അയച്ചു തരുന്നത്. അപ്പൊ അവരുടെ വേറെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഔട്ട് കൊടുക്കാനും പറ്റും. ഇങ്ങനത്തെ വർക്കുകൾ വരുമ്പോഴത്തേക്കും അത് ചാടിക്കയറി അക്സെപ്റ്റ് ചെയ്യാതെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനത്തെ സിനേറിയോസ് എല്ലാം വരും എന്നുള്ളത് മനസ്സിലാക്കി പല പല രീതിക്ക് എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് വരാമെന്നുള്ളത് ആലോചിച്ച് ചിന്തിച്ചും അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഓൾറെഡി നമ്മൾ ഫിക്സ് ആക്കി വെക്കുക, അത് ചെയ്യാനുള്ള സ്കിൽ എനിക്കുണ്ട് എന്നുള്ളത് ഫിക്സ് ആക്കി വെച്ചിട്ട് ഇങ്ങനത്തെ വർക്കുകൾ അക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഔട്ട് 100% ഓക്കെ ആയിരിക്കും, ക്ലയന്റും ഹാപ്പി ആയിരിക്കും, നമ്മൾ ഹാപ്പി ആയിരിക്കും. സിമ്പിൾ.